2006 മാർച്ചിൻ്റെ ഒരു വേനൽപ്പകലിൽ ഈ എയർപോർട്ടിലാണ് ഞാൻ വന്നിറങ്ങിയത്. അങ്ങനെ കോടാനുകോടി പ്രവാസികളിൽ ഞാൻ ഒരാളായി. ആദ്യത്തെ യാത്ര കൂട്ടുകാരുടെ കൂടെ ഷാർജയിലേക്കായിരുന്നു. ഈ വഴികൾക്ക് അന്നും ഇന്നും മാറ്റമുള്ളതായി എനിക്ക് തോന്നിയിട്ടേയില്ല. വശങ്ങളിലെ കാഴ്ചകൾ ഒരുപാട് മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറേ ദൂരം പരിചിതമല്ലാത്ത വഴികളിലൂടെ ഓടി എൻ്റെ താമസ സ്ഥലത്തേക്ക് നമ്മൾ അടുത്തു. ഇനി ഇവിടെയാണ് വരും ദിവസങ്ങളിൽ എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം. ഏതോ ഒരു മുറിയുടെ മൂലയ്ക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇറക്കി വെച്ചു. പിന്നീടാണ് മനസ്സിലായത് അതൊരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗമാണെന്ന്. എന്തായാലും പ്രവാസത്തിന് അങ്ങനെയാണ് തുടക്കമായത്. പിറ്റേന്ന് മുതൽ എൻ്റെ സ്ഥിരം സന്ദർശന സ്ഥലമായിരുന്നു ഈ ഏരിയ. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നൊരു സലൂൺ ഉണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങൾ ജോലി അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഇൻ്റർവ്യൂ ഇല്ലാത്ത ദിവസങ്ങളിലും എൻ്റെ മിക്ക ദിവസങ്ങളും ഞാൻ ചെലവഴിച്ചത് അവിടെ തന്നെയാണ്. പിന്നെ ഈ ഷാർജ സിറ്റി സെൻറ്ററിലും എല്ലാ വൈകുന്നേരങ്ങളിലും ഇങ്ങോട്ട് നടന്നു വരികയും ഈ കാണുന്ന എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി സമയം ചെലവഴിക്കുകയും ചെയ്ത ഒരു 1.5 മാസക്കാലം എൻ്റെ പ്രവാസത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇതേ കാരിഫോറിൽ ഞാൻ ജോലിക്ക് കയറി. പിന്നെ നീണ്ട 6 വർഷം ഈ സിറ്റി സെൻറ്ററിലും ഈ പാർക്കിങ്ങിലും അങ്ങനെ ഈ കാണുന്ന എല്ലാ സ്ഥലത്തും ആയിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തത്. അന്ന് ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഇപ്പോഴും നല്ല ബന്ധം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് പണ്ടൊരു വലിയ സിനിമാ തിയേറ്ററായിരുന്നു. അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ ഏരിയയിൽ ഞങ്ങൾ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന ഒരു കഫ്റ്റീരിയ ഉണ്ട്. ആ കഫ്റ്റീരിയയിലെ അബുക്കയും ഇസ്മയിൽക്കയും ഓർക്കാതെ ഒരു തരത്തിലും ഈ വഴി പോകാനോ ഈ വീഡിയോ ചെയ്യാനോ എനിക്ക് പറ്റില്ല. അങ്ങനെ ജോലി കിട്ടി അക്കോമഡേഷനിലേക്കുള്ള യാത്രയാണ്. അൻസാർ മാളിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങളന്ന് താമസിച്ചിരുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ 12ാം നിലയിലാണ് 6 വർഷക്കാലം താമസിച്ചത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലം. പിന്നെ ഈ വഴികളിലൂടെ എന്നും ജോലിക്ക് വന്നിരുന്നതും പോയിരുന്നതും എല്ലാ ഓർമ്മകളുടെ ഭാഗമായിട്ട് ഇന്നുമുണ്ട്. ഇനി ദുബായിലേക്കുള്ള പറിച്ചു നടലാണ്. 5-6 വർഷം ഷാർജയിൽ ജോലി ചെയ്തു. ഇനിയും ദുബായ് ജീവിതത്തിന് തുടക്കമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ദുബായിലേക്കുള്ള യാത്ര തുടങ്ങി. ജീവിതത്തിൽ വലിയ മാറ്റമാണ് ദുബായ് കൊണ്ടുവന്നത്. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്രത്തോളം ഒരു മാറ്റങ്ങൾ ദുബായ് ലൈഫിൽ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പുതിയ പുതിയ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ. അങ്ങനെ ദുബായിയെ പറ്റി പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ്. ദുബായിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഒരുപാട് മലയാളികളെപ്പോലെ എനിക്കും പറയാനുള്ള ഒരേ ഒരു സ്ഥലം കരാമയാണ്. പണ്ടൊക്കെ എൻ്റെ കൂട്ടുകാരൻ ശ്രീകാന്ത് എപ്പോഴും പറയായിരുന്നു, എവിടെ പോയിട്ട് തിരിച്ച് കരാമയിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്ക് ടു ഹോം എന്നൊരു ഫീലിംഗ് ആണെന്ന്. തീർച്ചയായിട്ടും അതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ എവിടെ പോയിട്ട് കരാമയിലേക്ക് എത്തിക്കഴിഞ്ഞാലും വീട്ടിലേക്ക് എത്തിയ ഒരു ഫീൽ നമുക്ക് കിട്ടും. കരാമ അങ്ങനെ വളരെ സ്പെഷ്യലാണ് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും. ഞങ്ങൾ ആദ്യം കരാമയിൽ താമസിച്ചിരുന്നത് ഈ വലതുവശത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ്. പിന്നീട് ഞങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങിലേക്ക് മാറി. പഴക്കം ഒരുപാടുണ്ടെങ്കിലും വലിയ റൂമാണ്, വലിയ ബിൽഡിങ്ങും വലിയ റൂമും ഒക്കെ ആയിരുന്നു അത്. പിന്നെ കരാമയിലെ ഏറ്റവും സ്ഥിരമായിട്ടുള്ള ഒരു സ്പോട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ഈ ലുലുവിനോട് ചേർന്ന് നിൽക്കുന്ന കരാമ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു കഫ്റ്റീരിയ ആണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കരാമയിലും കടന്നുപോയി. പിന്നീടാണ് ഞങ്ങൾ ഇൻ്റർനാഷണൽ സിറ്റിയിലേക്ക് മാറിയത്. നമുക്കിനിയും അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ പ്രൗഢഗംഭീരമായ കാഴ്ചകൾ ഇരുവശത്തും കണ്ടുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും മെട്രോ സ്റ്റേഷനും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു നഗരമാണ് ദുബായ്. ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങൾ നമ്മളെ കാത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നും നമുക്ക്. എല്ലാ ദിവസവും മാറ്റങ്ങളാണ്, എല്ലാ ദിവസവും പുതിയ കാഴ്ചകളുമാണ് ദുബായ്. മെട്രോയും ട്രാമും അങ്ങനെ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ദുബായ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു നഗരം. 18 വർഷം ആയി ദുബായിൽ താമസിക്കുന്നു അല്ലെങ്കിൽ UAE ജീവിക്കുന്നു എന്ന് ഒരിക്കൽ പോലും നമ്മളെ തോന്നിപ്പിക്കാത്ത, മുഷിപ്പിക്കാത്ത
മടുപ്പിക്കാത്ത ഒരു നഗരം തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത്. ദുബായ് നഗരത്തിൻ്റെ ഓരോ വശത്തും ഓരോ കാഴ്ചകളാണ്. ഒരു വശത്ത് നമ്മൾ ബുർജ് ഖലീഫയും വേൾഡ് ട്രേഡ് സെൻറ്ററും ഫൈനാൻഷ്യൽ സെൻറ്ററും മെട്രോ സ്റ്റേഷനും ട്രാം സ്റ്റേഷനും ഒക്കെ കണ്ട് മറുവശത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രിക്കറ്റ് സ്റ്റേഡിയവും ഗ്ലോബൽ വില്ലേജും, അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ്. നമ്മുടെ മുന്നിൽ ആ കുട പോലെ കാണുന്നതാണ് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഒരിക്കലും വേൾഡ് കപ്പ് മത്സരം കാണാൻ ഞാനും എൻ്റെ സഹോദരനും കൂടെ പോയിരുന്നു. വേൾഡ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. തീർച്ചയായും ദുബായിൽ വേൾഡ് ക്ലാസ് അല്ലാത്ത ഒന്നും തന്നെയില്ല. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം ഗ്ലോബൽ വില്ലേജിൻ്റെ ബോർഡ്. ഈ ഗ്ലോബൽ വില്ലേജ് ഇവിടുത്തെ എല്ലാ പ്രവാസികളുടെയും ഒരു ആഘോഷമാണ്, ഉത്സവമാണ്, ഒരു കാർണിവലാണ് ഗ്ലോബൽ വില്ലേജ്. എത്രയോ രാത്രികളിൽ അവിടെ പോയി സമയം ചെലവഴിച്ചിരിക്കുന്നു, ഷോപ്പിംഗ് നടത്തിയിരിക്കുന്നു. ഒരിക്കലും മടുപ്പിക്കാത്ത ഒരു കാർണിവൽ, എല്ലാ വർഷവും വന്നും പോയിരിക്കുന്ന ഒരു കാർണിവൽ. അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻ്റർനാഷണൽ സിറ്റിയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് ക്ലസ്റ്റേഴ്സായിട്ട് കിടക്കുന്ന ഒരു ടൗൺഷിപ്പാണ് ഇൻ്റർനാഷണൽ സിറ്റി. ഫ്രാൻസ് ക്ലസ്റ്റർ, ഇറ്റലി, പേർഷ്യ, ഗ്രീസ്, സ്പെയിൻ, അങ്ങനെ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രാൻസിലാണ് താമസിക്കുന്നത്. 6-7 വർഷമായി ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ദുബായിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പ്രവാസത്തിൻ്റെ മറ്റൊരു ഭാഗം, മറ്റൊരു ഫീല്, ഇതൊക്കെ തന്നെയാണ് ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത്. MT സാർ പറഞ്ഞ ഒരു വാചകം കൂടി പറയാതെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ പറ്റില്ല. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടലിൽ കടന്നു വന്ന രാജകുമാരൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ആരംഭിച്ചു. നാട്ടിലെ മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറയേക്കാൾ മനോഹരമായൊരു വസ്തു ഈ ഭൂമുഖത്തില്ലെന്നും ഞാനന്ന് എഴുതിയ ദിവസം. എനിക്ക് ആ ജ്ഞാനം കിട്ടിയിട്ട് 18 വർഷമാകുന്നു. എന്നും ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എഴുതിയ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കാത്ത ഒരു പ്രവാസിയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.